ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റാബിറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 10.5 സെൻറ്റിമീറ്റർ അളവിലുള്ളൊരു സ്ക്വയർ ഷീറ്റ് പേപ്പറാണ്. ഇനി അത് ഈക്വൽ ഹാഫായിട്ട് ഇത് അതേപോലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. ആദ്യം ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് വശത്തു നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് പേപ്പർ മടക്കി തന്നെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിരിക്കുന്ന പേപ്പർ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് നിവർത്തിയിട്ട് അതിൻ്റെ ഉൾഭാഗം അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ മടക്കിയ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് അതേപോലെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വശമുണ്ട്, പ്ലെയിൻ ആയിട്ടിരിക്കുന്ന വശമുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഭാഗം എടുക്കുക. എന്നിട്ട് മുകളിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് അതേപോലെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഓപ്പൺ ആയിട്ടുള്ള വശം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശത്ത് നിന്ന് സെൻറ്ററിലേക്കായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചെയ്തെടുക്കാം. ഇനി വീണ്ടും അടുത്ത സൈഡ് എടുക്കാം. പേപ്പർ നേരെ തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ ആ ഷേപ്പ് മുകളിലേക്ക് വരുന്ന മാതിരി ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശം അതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത് അതേപോലെ തന്നെ ഈക്വൽ ഹാഫായിട്ട് സെൻറ്ററിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ചെവിയുടെ ആ ഭാഗം മുകളിലേക്കായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക. ആ ഉയർത്തുന്ന സെയിം ടൈം തന്നെ താഴെയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കാലുകൾ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് അതേപോലെ ബാക്കിലെ ഭാഗം ഫ്രണ്ടിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ നിവർത്തുക. എന്നിട്ട് അതേപോലെ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ അതിലൊരു ലൈൻ പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം അതേപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി പേപ്പറിൻ്റെ അറ്റം അതേപോലെ ഷാർപ്പനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ചെവിയുടെ ആ ഭാഗം ഒന്ന് രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ മുകളിലേക്കായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നിവർത്തി കൊടുക്കാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു റാബിറ്റിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ണ് വരച്ചു കൊടുക്കാം.
പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.